രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു പരിധി വരെയെങ്കിലും ഇതാ കോൺഗ്രസ് പാർട്ടി നീതി നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലെ പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞു. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ മാത്രമാണ്. MLA സ്ഥാനം രാജിവെക്കാൻ തൽക്കാലം പാർട്ടി രാഹുലിനോട് പറഞ്ഞിട്ടില്ല. കാരണം അത് പുലിവാല് പിടിച്ചതുപോലെയാകും കോൺഗ്രസിന്റെ കേരള നേതൃത്വത്തിൽ. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് പ്രഖ്യാപിച്ചാൽ ബുദ്ധിമുട്ടാകും. കാരണം കോൺഗ്രസ് നാണം കെടേണ്ടി വരും. 2026 വീണ്ടും നാണം കെടേണ്ടി വരുമെന്ന് ഇവിടുത്തെ നേതാക്കൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുമാണ് സസ്പെൻഷൻ. MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് പാർട്ടി വ്യക്തമായ ഒരു നിലപാടും എടുത്തിട്ടുണ്ട്. ഇനി മുതൽ പാർട്ടിയുടെയോ UDFന്റെയോ പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകില്ല. നിയമസഭാ സമ്മേളനങ്ങളിൽ രാഹുൽ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായി സഭയിൽ സംസാരിക്കില്ല, ഇരിക്കില്ല. MLA സ്ഥാനത്ത് തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ തുടരും. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ ഇപ്പോൾ KPCC അറിയിച്ചിരിക്കുന്നത്. AICC തീരുമാനപ്രകാരം രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പക്ഷേ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല. കാരണം അത് കൂടുതൽ പുലിവാലാകുമെന്ന് AICC വ്യക്തമായി അറിയാം. നടപടി സസ്പെൻഷൻ മാത്രമായി ഒതുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാഹുലിനോട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് AICC ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗം, ഒരു കൂട്ടം സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്ന, യുവതികൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല, വാർത്താ സമ്മേളനം നടത്തുന്നില്ല, നിയമ നടപടികൾക്ക് മുതിരുന്നില്ല എന്നായിരുന്നു AICC ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ 2-3 ദിവസം എടുത്തു. തനിക്ക് ഉത്തരമില്ലെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അതോടെ തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ ഔട്ട്. MLA സ്ഥാനം പെട്ടെന്ന് രാജിവെപ്പിച്ചാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭീതിയിലാണ് ഈ ഒരു സസ്പെൻഷൻ നാടകം. ഇത്രയും വിവാദമായ ഒരു അധാർമിക ആരോപണത്തിൽ പാർട്ടിക്ക് വേണ്ട. പക്ഷേ രാഹുലിനെ അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ കോൺഗ്രസ് സമ്മതിക്കുകയുമില്ല. ഇതോടെ രാഹുലിന്റെ പദ്ധതികളെല്ലാം പാളം തെറ്റി. ആദ്യത്തെ പദ്ധതി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗൃഹ സന്ദർശനങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. രാഹുലിന്റെ ഐഡിയ ആയിരുന്നതല്ല. ഇതെല്ലാം കോൺഗ്രസിനെ പ്രയോഗത്തിലാക്കിയിരിക്കുന്നു. 27 മുതൽ 3 ദിവസമാണ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗൃഹ സന്ദർശനത്തിന് പദ്ധതി ഇട്ടിരുന്നത്. പക്ഷെ ഇനി ഇത് നടക്കില്ല. പാലക്കാട് ജില്ലയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലഭിച്ച ഏക മണ്ഡലമാണ് പാലക്കാട്. കാത്തിരുന്ന് കിട്ടിയ കൺമണിയെ പോലെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന മണ്ണാർക്കാട് മാത്രമാണ് ജില്ലയിൽ UDF നേടാനായത്. ഇത്തവണ 6 മണ്ഡലങ്ങളിലെങ്കിലും പ്രതീക്ഷയോടെ പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ ഒരു അടി. പാലക്കാടിന് കനത്ത ഒരു അടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സസ്പെൻഷനും. CPM-ഉം BJP-യും പിന്നെ ഇവരുടെ മഹിളാ യുവജന വിഭാഗങ്ങൾ, എന്തിനേറെ കോൺഗ്രസ് പാർട്ടിയിലെ പാലക്കാട്ടെയും സമീപ മണ്ഡലങ്ങളിലെയും നേതാക്കൾ ഇവരെല്ലാം ശക്തമായി തന്നെ രാഹുലിനെതിരെ രംഗത്ത് വന്നിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ VK ശ്രീകൃഷ്ണൻ, O വിജയകുമാർ തുടങ്ങിയവർ പരസ്യമായി തന്നെ രാഹുലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തി. അപ്പോഴാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർട്ടി പുറത്താക്കിയത്. രാഹുൽ രാജിവെക്കും, MLA സ്ഥാനം രാജിവെക്കുന്ന അഭ്യൂഹങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത്. എന്നാൽ പ്രതിരോധിച്ച് നിൽക്കാനായിരുന്നു ആദ്യ ദിവസങ്ങളിൽ രാഹുലിന്റെ നീക്കം. പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ആരോപണം ഉയർന്നപ്പോൾ പിന്നെ രാഹുലിനെ പിടിച്ചു നിൽക്കാനും പറ്റില്ല. ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയതിന് പിന്നാലെ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ എല്ലാം കൈവിട്ടിരുന്നു. ഞായറാഴ്ച മുതിർന്ന വനിതാ നേതാക്കന്മാരും MLA-മാരും ഒക്കെ പരസ്യമായി രാഹുലിനെതിരെ പ്രതികരിച്ചു പാർട്ടി വേദിക്കുള്ളിൽ. ഇതോടെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് സസ്പെൻഡ് ചെയ്താൽ മതി എന്ന പ്രാർത്ഥനയിലായിരുന്നു സംസ്ഥാന ഘടകവും. രാഹുൽ ഒരു നിമിഷം മുമ്പ് MLA സ്ഥാനം രാജിവെച്ചാൽ അത്രയും നല്ലതെന്നാണ് ഉമാ തോമസ് MLA പറഞ്ഞത്. മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും രാഹുൽ മാറി നിൽക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടത്. പരാതികൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അടിയന്തരമായി രാഹുൽ രാജിവെക്കണം എന്നായിരുന്നു VM സുധീരന്റെ ആവശ്യം. പക്ഷേ VD സതീശൻ കാര്യമായൊന്നും പറഞ്ഞില്ല. പക്ഷേ കടുത്ത എതിർപ്പിലായിരുന്നു. ഇവിടെ തന്നെ തീരുമാനമെടുക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ നിയമ നടപടി ഉൾപ്പെടെ രാഹുൽ സ്വീകരിക്കട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാന ഘടകവും. ഒടുവിൽ രാഹുൽ അതിനും തുനിയുന്നില്ല, വാർത്താ സമ്മേളനം ഒന്നും നടത്തുന്നില്ല എന്ന് ഏതാണ്ട് വ്യക്തമായപ്പോഴത്തേക്കാണ് കേരള ഘടകം ഇടപെട്ട് രാഹുലിന് എന്തായാലും 6 മാസത്തേക്കെങ്കിൽ 6 മാസത്തേക്ക് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ, പാർട്ടിയുടെ പേര് രക്ഷിക്കാൻ, മറ്റ് നേതാക്കളുടെ നേതൃത്വത്തിനെതിരെ ഇനി എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നു വന്നാലോ എന്ന പേടിയിലാണ് ഇപ്പോൾ ഈ ഒരു മുഖം രക്ഷിക്കൽ പരിപാടി. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
ഇന്ത്യയിലെ സാധാരണ മനുഷ്യനോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച